ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പരിപാടി എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള മെറൈൻ ഗ്രൗണ്ടിൽ ആണ് ഈ ഒരു അറേബ്യൻ സീ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കുക. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പം ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ കുതിരവട്ടം മെൻ്റൽ ഹെൽത്ത് കെയർ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ചായക്കടയിൽ നിന്നായിരുന്നു കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ചായയായിരുന്നു, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൗത്ത് ബീച്ചിലെത്തി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ട്രാഫിക്കൊക്കെ കടന്ന് ഞങ്ങൾ സൗത്ത് ബീച്ചിലെത്തി. അപ്പം അവിടെ ഫെസ്റ്റ് നടക്കുന്നിടത്ത് പാർക്കിംഗ് സൗകര്യമില്ല. അപ്പം ഞങ്ങൾ സൗത്ത് ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല വെയിലായതുകൊണ്ട് സൗത്ത് ബീച്ചിലൊന്നും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് കയറുമ്പം തന്നെ വലിയൊരു പൈക്കപ്പലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നിട്ട് ആണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറുമ്പോൾ കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടാവും, പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ കുറേ റോബോട്ട് ഉണ്ടായിരുന്നു. കുറേ റോബോട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രിൻറ്റേഴ്സ്, പിന്നെ കുറേ മെഷീൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ എന്തൊക്കെയോ മെഷീൻ പ്രവർത്തിക്കുന്ന രീതികൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ വെറുതെ പൈസ കളഞ്ഞു. കാരണം ഫിസിക്സ് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, ഈ സംഭവങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിസിക്സ് ആണ്, തുടക്കം തന്നെ ബോറായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ടൈപ്പ് റോബോട്ട് ഉണ്ടായിരുന്നു. അച്ഛനും അനിയനും ഒക്കെ അത് നോക്കി നിന്നു. പിന്നെ ഒരു ഡ്രോണിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രോണാണെന്നാണ് അവിടെ നിൽക്കുന്ന ഒരു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡ്രോണാണ് എന്ന് തോന്നുന്നു. പിന്നെ കടന്നത് ഒരു ഗാർഡനിലേക്കാണ്. ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഗാർഡൻ. വെളിച്ചം കുറവായതുകൊണ്ട് ഫോട്ടോസൊന്നും അധികം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് കയറി. അവിടെ ഒരു 2 അക്വേറിയത്തിൽ കുറച്ച് മീനുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇത്രയും മീനുള്ളൂ എന്ന്. പക്ഷേ അല്ല കേട്ടോ, അടുത്ത സെക്ഷനിൽ കയറിയപ്പോൾ ഫുള്ള് മീനായിരുന്നു. നിറച്ചും മീനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കാണാത്ത കുറേ ടൈപ്പ് മീനുണ്ടായിരുന്നു. ആ മീനുകളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട മീനിൻ്റെ പേര് മാത്രമാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിക്കുന്ന മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പുള്ളിയുള്ളതും വരയുള്ളതും കുത്തുള്ളതും ഒക്കെ ആയിട്ട് കുറേ മീനുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ കൊഴുവ എന്നാണ് അതിൻ്റെ പേര്. അപ്പം നമ്മൾ കഴിക്കുന്ന നെത്തോലി മീനുമായിട്ട് എവിടെയോ ഒരു സാമ്യം, അതിൻ്റെ കുടുംബത്തിൽ പെട്ടതായിരിക്കാം ഒരു പക്ഷേ. ഗപ്പി മീൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരണ്ടി മീനിനെ കണ്ടു. അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സ്നേപ്പർ, ബ്ലൂ റിംഗ് ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മീനെ കണ്ടു. പക്ഷേ ആ മീനും ആ പേരും തമ്മിൽ ഒരു സാമ്യവും തോന്നിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിരുന്നു. പക്ഷേ അവിടെ മീനിൻ്റെ പേര് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല. അപ്പം നല്ല രസമുണ്ടായിരുന്നു. മഴവില്ലൊക്കെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്ന ആനചവിട്ടിയുടെ ഒക്കെ കുടുംബത്തിൽ പെടുന്ന കുറേ രീതിയിലുള്ള മീനുകളൊക്കെ കണ്ടു. പിന്നെ ഇതാണ് അടിപൊളി മക്കളെ, സെറ്റാണ്. നമ്മൾ ഈ കടലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്ന പോലെ ഒരു ഫീലാണ് നമുക്കുണ്ടാവുന്നത്. നമ്മുടെ മുകളിൽ കൂടി താഴെ കൂടി ഒക്കെ ആയിട്ട് കുറേ മീനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറേ കളറുള്ള മീനുകളുണ്ട്. നല്ല ഭംഗിയാണ് ഇതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എന്തൊക്കെയോ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സെക്ഷനാണ് അടിപൊളി. എനിക്ക് എന്തായാലും ഇതാണ് ഇഷ്ടപ്പെട്ടത്. നമ്മളിങ്ങനെ മഴവില്ലിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യില്ലേ, അതുപോലൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. ഈ മീൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷെ അത് അനങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന അയല, മത്തി, കുറേ ടൈപ്പ് മീനുകൾ ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു മീനിനെ കണ്ടു. ഈ മീനിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഫോണിൽ കൂടെ. ഇതുവരെയായിട്ട് ഡയറക്റ്റായിട്ട് ഞാൻ ഈ മീനിനെ കണ്ടിട്ടില്ല. നല്ല രസമുള്ള മീനായിരുന്നു. നല്ല തടിച്ച് കൊഴുത്ത് കിടക്കുന്നൊരു മീനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, എനിക്കിഷ്ടമായി. പിന്നെ കുറേ വലിയ മീനുകളുണ്ടായിരുന്നു. അടുത്ത സെക്ഷനൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജീവി എന്ന് പറയുന്നത് പാമ്പാണ്. അവിടെ നോക്കിയ ഒരു പാമ്പിൻ്റെ മീനുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ എനിക്കിഷ്ടമായില്ല. പിന്നെ പാമ്പിന് പോലെ എഴിഞ്ഞ് കളിക്കുന്നു. പിന്നെ ചെമ്മീൻ്റെ കുടുംബത്തിൽപ്പെട്ട കുറേ മീൻ, സീബ്ര പോലത്തെ മീനുകൾ,
നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരത്തെ കണ്ട മീനിനെ പോലത്തെ കുറച്ച് മീനുകൾ, അതിൻ്റെ ഉള്ളിൽ പൂച്ച ഗൈസ്, ഒരു 3-4 പൂച്ച ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ പൂച്ച അതിൻ്റെ ഉള്ളിൽ വന്നത്, അവരെന്ത് മാജിക് കാണിച്ചിട്ടാണ് അതിനെ ഉള്ളിൽ കയറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ അവിടെ ഒരു കൊട്ടാരമാണോ മറീൻ വേൾഡാണോ അറിയില്ല, എന്തോ ഒരു സാധനം, അതിൽ കൂടെ കുറേ വെള്ളമൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ അനാക്കോണ്ട, കുറേ മഞ്ഞ അനാക്കോണ്ട, പച്ച അനാക്കോണ്ട, കറുത്ത അനാക്കോണ്ട, നമ്മൾ ആമസോൺ കാർഡ് കാണുന്ന അനാക്കോണ്ടാസ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഒരു ഡോഗ് റോബോട്ട് ഉണ്ടായിരുന്നു. ഞാൻ വേഗം രക്ഷപ്പെട്ടു പോന്നു. പക്ഷേ ഗൈസ് അമ്മയും അച്ഛനും അനിയനും, അച്ഛൻ പേടിയില്ലായിരുന്നു, അച്ഛൻ നോക്കിയിരുന്നു. അമ്മയ്ക്കും അനിയനും ഭയങ്കര പേടിയായിരുന്നു, എന്തൊക്കെയോ ഒരു കളി കളിക്കുകയായിരുന്നു. പിന്നെ ഗൈസ് ഒരു ഷോപ്പ് ആണ് അടുത്തതായിട്ട് വരുന്നത്. കുറേ ഷോപ്പുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. അപ്പോൾ ഈ ഒരു അങ്കിള് എന്നോട് ചോദിച്ചു യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബർ അല്ല. എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബർ അല്ല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ അവിടെ നിൽക്കും. കിച്ചൺ ഐറ്റംസ് എന്ത് കണ്ടു കഴിഞ്ഞാലും അമ്മ അവിടെ നിൽക്കും. വാങ്ങൂല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നിൽക്കും, എന്നിട്ട് നോക്കും സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നോക്കും. പിന്നെ അതാടാ എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വില കൂടിയതുകൊണ്ട് വാങ്ങിച്ചില്ല. ഞാൻ വേറെ കുറച്ച് ബുക്ക്സ് മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ സെക്ഷനിലേക്ക് പോയി. കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ കിച്ചൺ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒക്കെ വാങ്ങി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയി ഗൈസ്. അപ്പം സെറ്റ് ഡേ ആയിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സൈലം കണ്ടു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സുഡിയോ പോയി. സുഡിയോ കയറുന്നതിന് മുമ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ സുഡിയോയുടെ ഓപ്പോസിറ്റുള്ള കോഫി ഹൗസിൽ പോയിട്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു, സെറ്റായിട്ട്. പിന്നെ സുഡിയോയിലെത്തി കസിൻസിന് കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് പോയപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ട്രാഫിക്. വിഷു ഒക്കെ വരാറായല്ലോ, അപ്പം ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ഫാമിലീസൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ തിരക്കൊക്കെ കുറഞ്ഞു. നമ്മൾ ഒരു ഗ്രാമത്തിലേക്കൊക്കെ എത്തുമ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗൈസ്, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ അടിപൊളി ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോയി. അപ്പോൾ ബൈ ബൈ.